അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ വചന കേൾവിക്കാട്ട് ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയൻ പറയുന്നതിനപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. ഞങ്ങളുടെ ജീവിതകാലത്തിൽ അങ്ങയുടെ പക്ഷം ചേർന്ന് നടപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം എന്നും പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ. മഹത്വം മാത്രം എടുക്കണം. യേശുവിനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് പ്രകാരം ആദ്യബല പെരുന്നാളായിട്ട് കൊണ്ടാടുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തതിനായി ഞാൻ ആദ്യമായ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് ദൈവം നമുക്ക് നൽകിയ കാർഷിക വിളവുകളിന്മേൽ, കൃഷിയിന്മേൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അർപ്പണങ്ങളുമായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യബല സമർപ്പണങ്ങളായിട്ട് കടന്നു വന്ന നിങ്ങളെ പ്രത്യേകാൽ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തപ്രകാരം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സ്ഥിരീകരണ ഞായറാഴ്ചയും കൂടെ സ്ഥിരീകരണം കൂടെ നമ്മൾ കൊണ്ടാടുകയാവുന്നതുപോലെ, അല്ലെങ്കിൽ ശുശ്രൂഷയിലും കൂടെ ആയിരിക്കുന്നുവല്ലോ. നമ്മുടെ ഇന്ന് 8 കുഞ്ഞുങ്ങളാണ് സ്ഥിരീകരണത്തിലൂടെ സഭയുടെ പൂർണ്ണാംഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. ഈ സഭയിൽ നിന്നും പിന്നെ തീക്കോയി സഭയിൽ നിന്നും പിന്നെ 2 പള്ളി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അവരെ 2 സഭകളെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. അവരെ സ്ഥിരീകരണം പഠിപ്പിച്ച അച്ഛന്മാരെയും സഭാ ശുശ്രൂഷകരെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റും. അതോടൊപ്പം നമ്മുടെ വികാരിയച്ഛനും പ്രത്യേകിച്ച് നമ്മുടെ മധ്യ പ്രിയ ജെയിംസ് അച്ഛനും കടന്നു വന്നൊക്കെ വളരെ അനുഗ്രഹമാകുന്നു. പ്രത്യേകിച്ച് അച്ഛനെ ഞാൻ സമയത്ത് വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛനും കൊച്ചമ്മയും ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചമ്മ പരിചയപ്പെടാനായിട്ട് പറ്റിയില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട സാജു സാറും അവരും കുടുംബമായിട്ട് ഇതിൽ പങ്കുചേരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ഈ ഇടവകയിൽ നിന്നും അയ്യപ്പൻകോവിൽ ഇടവകയിൽ നിന്നും അതുപോലെ പിന്നെ ഏതെല്ലാം സഭകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഞാനും സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാ ക്രമങ്ങളും ചെയ്ത നമ്മുടെ സ്നേഹമുള്ള ചാക്കോച്ചൻ ദാനിയൽ സാറിനെയും സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, പപ്പിയാരിച്ചൻ, സെക്രട്ടറി, കൗൺസിൽ അംഗങ്ങൾ, സഭാമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. ഇന്ന് സ്ഥിരീകരണ ശുശ്രൂഷയാണ്. ഇന്ന് നമ്മുടെ ദിവസമാണ് അല്ലേ. നിങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നൊരു ദിവസമാണ് ഇന്ന് സ്ഥിരീകരണം. അപ്പോൾ ഇന്ന് അത്രയും നാൾ ആഗ്രഹിച്ചതുകൊണ്ട് നമുക്കിത് കുറച്ച് അധികം സമയമെടുക്കും. സാധാരണ ഒരു ആരാധനയെക്കാളും കൂടുതൽ സമയം എടുക്കും. 2 പ്രധാനമാണുള്ളത്. ഒന്ന് സ്ഥിരീകരണമാണ്, മറ്റൊന്ന് ആദ്യബല സമർപ്പണം. 2 കൂടെ ചേർത്താണ് പോകുന്നത്. അപ്പം 2 കൂടെ ഒന്ന് തന്നെയാണെങ്കിലും 2 2.5 മണിക്കൂറുണ്ട്. സ്ഥിരീകരണ ശുശ്രൂഷയാണെങ്കിലും 2-2.5 മണിക്കൂറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എത്രയായി? എത്ര മണിക്കൂറാവും? 5 മണിക്കൂർ. അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങിയത് എത്ര മണിക്കാണ്? 9:30 വെക്കാം അല്ലേ. 9:30 എത്ര മണിക്കൂർ പോകും? എത്ര മണിക്കൂറുണ്ട്? 2.5 മണിക്കൂർ അല്ലേ. ഓക്കെ. 2.5 മണിക്കൂർ എന്നുള്ള കുറിച്ച് വെക്കണം. അതിനിപ്പുറം ആരും എന്ത് ചെയ്യരുത്. ഇറങ്ങിപ്പോവോ ഓടിപ്പോവോ ഒന്നും പച്ച നോക്കുകയൊന്നും ചെയ്യട്ടെ. വെക്കി. പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും. നിങ്ങളെന്നാ ചെയ്യണം? ഉത്തരം പറയണം. കുറച്ച് പിള്ളേരുള്ള കാരണം ഒത്തിരി ചോദ്യം ചോദിക്കാൻ എനിക്ക് സമയമുണ്ട് അല്ലേ. ഓക്കെ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഉത്തരം ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പപ്പായും മമ്മിയും ജ്ഞാനമാതാക്കന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരൊക്കെ അവിടെ ഉണ്ട് അല്ലേ. ധാരാളം ആൾക്കാർ പറയും. അവരും ചിലപ്പം പറയുമായിരിക്കും. ഓക്കെ. എന്നിരുന്നാലും പ്രധാനപ്പെട്ടത് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയുക. സാറ് പറഞ്ഞ് നിങ്ങളെ വളരെ ഭംഗിയായിട്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ ഉത്തരപേപ്പറൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ സാറിൻ്റെ ഭാഗം സാറും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത്? ക്ലിയർ ആക്കണം അല്ലേ. ഓക്കെ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്ത് ചെയ്യണം? ഉത്തരം പറയണം. അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്ത് ചെയ്യണം? ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് ഓർക്കും. തെറ്റാണെങ്കിൽ എന്തെങ്കിലും അറിയാമെന്ന് അറിയും അല്ലേ. ഓക്കെ. അതുകൊണ്ട് നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യും.
ഈ കുഞ്ഞുങ്ങളിവിടെ വന്നിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് കവിക്ക് മാതാപിതാക്കന്മാർ, പേരൻസ്. ഓക്കെ, കൈതാത്തെ ജ്ഞാന മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവരെന്ന് കവിക്ക് ജ്ഞാന മാതാപിതാക്കന്മാർ. ഓക്കെ, കൈതാത്തെ. ഓക്കെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന ജ്ഞാനമാതാക്കന്മാർ കൈപൊക്കാൻ പറയുന്നില്ല. ജ്ഞാനമാതാക്കന്മാരാണല്ലോ നിങ്ങളല്ലേ? ആണോ? ഓക്കെ, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രം പ്രാർത്ഥിച്ചവരുണ്ടോ? ഓക്കെ, മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ എന്നാ തിരുമേനിയെക്കുറിച്ച് ചോദ്യമൊക്കെ ചോദിക്കല്ലേ? ഞങ്ങളുടെ പിള്ളേരല്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കല്ലേ? ഓക്കെ, പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചോ? എന്നാ പ്രാർത്ഥിച്ചു? കർത്താവെ സഹായിക്കണേ അല്ലേ? കർത്താവെ സഹായിക്കണേ എന്ന്, അല്ലെങ്കിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. ഓക്കെ, ഇന്ന് വേദവസം വായിച്ചായിരുന്നു നിങ്ങൾ? ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് വായിച്ചോ? എല്ലാവരും വായിച്ചോ? ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദവസം വായിച്ചിരുന്ന കൈവയ്ക്കുക. പള്ളിയിൽ വരുന്നതിന് മുമ്പ് ഇന്ന് വേദവസം വായിച്ചത്. ഓക്കെ, ഒരാളിങ്ങനെ പൊക്കിയിട്ടുണ്ട്, ഒരാളിങ്ങനെ പൊക്കിയിട്ടുണ്ട്, ഒരാളിങ്ങനെ പൊക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, കേട്ടതില്ല. ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവരുന്ന് കൈവയ്ക്ക്. പ്രാർത്ഥിച്ചവർ. ഓക്കെ, കേട്ടാ. ഇന്ന് രാവിലെ വീട്ടു പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടിയവർ കൈവയ്ക്ക്. വീട്ടിലെ പ്രാർത്ഥനയ്ക്ക്, രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് കൂടിയവർ കൈവയ്ക്ക്. ഇന്ന് രാവിലെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും സഭ എല്ലാവരും കൂടെ അറിയാൻ പറയുകയാണ്. ഈ 8 പേരും എന്ത് ചെയ്തില്ല? രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ കൂടിയില്ലെന്ന് അവർ പറഞ്ഞു. രാവിലത്തെ പ്രാർത്ഥനയിൽ കൂടിയില്ല. ഇനി എനിക്കൊരു ചോദ്യം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോയെന്ന് നമ്മുടെ വീട്ടിൽ? രാവിലെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കൈപൊക്കാൻ പറയുന്നില്ല, കാരണം ആരും കൈപൊക്കിയില്ലെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് ഓർക്കുക, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നോ? ഈ കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നാണ്. അത് ഏറ്റവും വലിയ ഒരു അപകടവും അപജയവും ആകുന്നു വിശ്വാസ ജീവിതത്തിൽ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇന്നത്തെ കാര്യം വിട്ടേക്കാം. ഇന്നലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുന്ന വ്യക്തി, ഇന്നലെ വൈകുന്നേരം വീട്ടിലെ കുടുംബ പ്രാർത്ഥന, അതായത് പപ്പായും മമ്മിയും നിങ്ങളെല്ലാവരും കൂടി ചേർന്നുള്ള പ്രാർത്ഥന ഒന്ന് കൈവയ്ക്കുക. അതിനെക്കുറിച്ചും പിള്ളേർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെയും ചോദ്യം നിങ്ങളോടാണ്, വൈകുന്നേരം അങ്ങനെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലില്ലേ? ഉണ്ടെങ്കിൽ ഈ പിള്ളേർ എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാറ്? ആരാണ് അതിൻ്റെ ഉത്തരവാദി? അത് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകമായി പലതവണ ചോദിക്കേണ്ടതാണ്. ചോദിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതാണ്. അത് അവിടെ ഇരിക്കട്ടെ. അത് ഇടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വാക്യം നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വാക്യം ഇന്ന് നമ്മൾ സുവിശേഷം വായിച്ച ഏത് ഭാഗമാണ് മക്കളെ? സുവിശേഷം യോഹന്നാൻ യോഹന്നാൻ 14. യോഹന്നാൻ 14-ാമത്തെയാണല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. അതെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഓക്കെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നതിന് ദൈവിക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ. ഓക്കെ, എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്നാ ചെയ്യണം നിങ്ങൾ? എന്നാ ചെയ്യണം നിങ്ങൾ? ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് എന്നാ? കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിക്കണം. എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണം. എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കണം. എന്ത് ചെയ്യണം? പറ, ചോദ്യത്തിന് ഉത്തരം പറയണം. ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നതിന് കൽപ്പന അനുസരിക്കും. കൽപ്പന അനുസരിക്കുന്നതിന് ദൈവത്തെ സ്നേഹിക്കും. ഇതങ്ങോട്ടും കൊണ്ടും പറഞ്ഞിരുന്നാൽ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയം വരെ നിങ്ങൾ അങ്ങോട്ടും കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ചോദ്യം ക്ലിയറായിട്ട് കേൾക്കണം. കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യും?
കൽപ്പനകൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അനുസരിക്കേണ്ട കൽപ്പനകൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, മിടുക്കൻ. ഓക്കെ, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ കൽപ്പന അനുസരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവ്. അപ്പോൾ ആ കൽപ്പനകൾ എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അനുസരിക്കേണ്ടത് ഏതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും പഠിച്ചത്, അല്ലേ? നിങ്ങളതിനു വേണ്ടിയൊക്കെ പഠിക്കുകയും കൽപ്പനകൾ ക്രമമായി എഴുതുകയും കർത്താവിൻ്റെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണത്തെക്കുറിച്ചും സക്രമത്തിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ടല്ലേ? സക്രമത്തിന് എത്ര എണ്ണമാണ്? 2. ഏതെല്ലാം? ഏതാ? ഓക്കെ, സക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? അകമേ നാം ലാഭിക്കുന്ന ആത്മീയ കൃപയുടെ പുറമെയുള്ള അടയാളവും അത് ലഭിക്കുന്നതിനുള്ള മുഖാന്തരവും എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കൽപ്പനകൾ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? എവിടെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആദ്യം വേദവസ്തു രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, അല്ലേ? രണ്ടാമത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആവർത്തന പുസ്തകം 5-ാം അധ്യായം. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഏത് പള്ളിക്കാരാ? CC പള്ളിക്കാരാ, അല്ലേ? CC പള്ളിക്കാർക്ക് തന്നെ പ്രത്യേകത ഐക്യമാണ്, അല്ലേ? CC പള്ളിക്കാരുടെ പ്രത്യേകത ഐക്യം എന്നാണ് പറഞ്ഞു. മിടുക്കന്മാരെ, മിടുക്കിയാണ്, അല്ലേ? ഐക്യമാണ് CSIയുടെ പ്രത്യേകത. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ ഉണ്ട്. CSI എന്ന് പറയുന്നത് ഒരു ഐക്യസഭയാണ്, അല്ലേ? ഐക്യസഭയാണ്. ഐക്യസഭ എന്ന് പറഞ്ഞാൽ ഒന്നായി തീർന്ന സഭ എന്ന എൻ്റെ അർത്ഥം. ഒന്നായി തീർന്നു പറഞ്ഞാൽ ഒറ്റ സഭയല്ലായിരുന്നു, പല സഭകളായിരുന്നു, അത് ഒന്നായി തീർന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, CSIയുടെ പ്രത്യേകത അത് ഒന്നായി തീർന്ന സഭയാണ്. മറ്റുള്ള സഭകളൊക്കെ ഒറ്റയൊറ്റ സഭകളായിരിക്കുമ്പോൾ നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇതുപോലെ മറ്റൊരു ഐക്യസഭയുണ്ടോ ഇന്ത്യയിൽ? ഉണ്ടോ? CSI പോലെ വേറൊരു ഐക്യസഭയുണ്ടോ? കാണുമായിരിക്കുമോ? ഉണ്ട്. CSI എന്ന് പറഞ്ഞാൽ ഏതാ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അല്ലേ? അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കാണും, അല്ലേ? ഓക്കെ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, CNI, അതാണ് വേറൊരു ഐക്യസഭ. നമ്മുടെ സഭ ഏത് വർഷമാണ് രൂപീകൃതമായത്? 1947. CNI സഭ എന്നായിരിക്കും രൂപീകരിക്കപ്പെട്ടത്? ഉദ്ദേശക്കണക്ക് പറഞ്ഞാൽ 1970-ലാണ് CSI നോർത്ത് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത്. CNI സഭ രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, അത് 1-2 ഘട്ടങ്ങളിലാണ് അതിൻ്റെ രൂപീകരണം പൂർത്തിയായത്. 1970 എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏത് സഭക്കാരായിരുന്നു? നമ്മൾ ഈ പ്രദേശത്തുള്ള സഭക്കാർ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കുള്ളത്? അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഭകളൊക്കെ വളർന്നത്? അതിൻ്റെ പാരമ്പര്യം ഏതായിരിക്കും? പറഞ്ഞേ. ആംഗ്ലിക്കൻ. നമ്മളത് പഠിച്ചിരിക്കണം. നമ്മൾ CSIക്കാർ പഠിച്ചിരിക്കണം. നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് പഠിച്ചിരിക്കണം. അല്ലാതെ വേറെ ആരെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അതിനൊരു ഒന്ന് പറഞ്ഞ് പോകാനല്ല. നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന സഭയെക്കുറിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. ആധികാരികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അതിന് പഠിക്കാനുള്ള ഒരേ ഒരു അവസരം എന്ന് പറയുന്നത് ഇതാണ്. സിറിയൻ ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കിട്ടത്തില്ല, അല്ലേ? നിങ്ങൾ വലിയ ചേട്ടന്മാരായ ചേച്ചിമാരായ എന്ത് ചെയ്യും? അങ്ങ് പോവുകയാണ്. പിന്നെ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഇടപാടൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ വലിയ ആൾക്കാരായി പോയി. 14 വയസ്സ് നമ്മളെ 13 വയസ്സെന്ന് എനിക്ക് തോന്നുന്നു 13 വയസ്സുകാരുണ്ടെന്ന് തോന്നുന്നു. 13 വയസ്സുകാർ തൊട്ട് നമ്മൾ ആരായി? വലിയ ചേട്ടന്മാരെ, അല്ലേ? നമ്മുടെ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതി അനുസരിച്ച് 18 വയസ്സ് വരെയാണ് സൺഡേ സ്കൂളിലെ പഠനം തന്നെ ഉള്ളത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകരണം വരുന്നത്. അതിന് ഇടയ്ക്ക് സ്ത്രീകരണം വന്നാൽ എന്ത് ചെയ്യണം? കോഴ്സ് കംപ്ലീറ്റ്, വേദപഠന കോഴ്സുകൾ കംപ്ലീറ്റ് പൂർത്തീകരിക്കണമെന്നുണ്ട്. പക്ഷെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പഠനമൊക്കെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറില്ല, നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചോ സഭയെക്കുറിച്ചോ വേദപുസ്തകത്തെക്കുറിച്ചോ യാതൊരു വിധമായ വ്യക്തമായ അറിവോ ബോധ്യമോ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. CSIക്കാരാന്ന് പറയുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയത്തില്ലാതെ പോകുന്നത് അങ്ങനെയാണ്. സഭയെക്കുറിച്ച് അറിയത്തില്ല, പ്രമാണങ്ങളെക്കുറിച്ച് അറിയത്തില്ല, വിശ്വാസത്തെക്കുറിച്ച് അറിയത്തില്ല, പഠിപ്പിക്കലിനെക്കുറിച്ച് അറിയത്തില്ല, ഒന്നുമേ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒന്നും അറിയത്തില്ലാതെ CSIക്കാരായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വളരെ അപകടം ക്ഷണിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വന്ന് നമ്മളും മറ്റ് ഇതര സഭകളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നും സഭകൾ തമ്മിലുള്ള ലോകത്തിലെ ഒരു മനുഷ്യരായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ലെന്നാണ് അഭിപ്രായത്തിലാണ് നമ്മുടെ CSIക്കാർ എന്ത് ചെയ്യുന്നത്? പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ശരിയാണോ? ശരിയായിരിക്കുമോ?
ഇന്ന് നമ്മുടെ ചിന്താഗതി പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പോകുന്നവരും CC പള്ളിയിൽ പോകുന്നവരും ഏത് പള്ളിയിൽ പോകുന്നവരും മറ്റു പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും മോസ്കിൽ പോകുന്നവരും എല്ലാവരും ഒരുപോലെ എന്നാണ് നമ്മുടെ ചിന്താഗതി. CCക്കാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അത്. വേറെ ഒരു സഭക്കാർക്ക് അങ്ങനെയുണ്ട് തോന്നുന്നില്ല. എങ്ങനെയോ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, നമ്മുടെ സഭാവിശ്വാസത്തെക്കുറിച്ചും ഒരു വ്യക്തമായ കാഴ്ച ഇല്ലാതെ പോയി. സംഭവം എവിടെയാണെന്ന് ചോദിച്ചാൽ മുമ്പേ വന്നതാണ്. ഒന്ന്, നമുക്ക് എന്തില്ല, രാവിലെയുള്ള പ്രാർത്ഥന നമുക്ക് ഇല്ല വീട്ടിൽ. അതാണ് ഒന്നാമത്തെ കളരി എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പഠിപ്പിക്കലിൽ ഒന്നാമത്തെ കളരി നമ്മുടെ വീടാണ്, ഭവനമാണ്. അവിടെ അതില്ല, പ്രാർത്ഥനയില്ല. വൈകുന്നേരം ഉണ്ടോ? വൈകുന്നേരവുമില്ല. രാവിലത്തെ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയും എന്ത് ചെയ്തു? നമ്മുടെ വീട്ടിൽ നിന്ന് അന്യം നിന്ന് പോയി. അതങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഇന്നൊരു 20 വയസ്സിന് താഴെയുള്ള ആ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയത്തില്ല. അതിന് മുകളിലുള്ളവർക്ക് അറിയാമെങ്കിൽ ഭാഗ്യം. പിന്നെ വേദോത്സവ വായന എന്ന് പറയുന്നുണ്ടോ? അതുമില്ല. പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടോ? സ്വന്തം പ്രാർത്ഥനയുണ്ടോ? അങ്ങനെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ള പപ്പായും മമ്മിയും അല്ല വെല്ലപ്പനും വെല്ലമ്മച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടാൽ ഭാഗ്യം, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. അതുമില്ല. ഒരു കാലത്തുണ്ടായിരുന്നു. അതാണ്, അങ്ങനെയാണ് നമ്മുടെ സഭ എന്ത് ചെയ്തു ഇത്രയും വളർന്നത്, നമ്മൾ ഇത്രയും അഭിവൃദ്ധിപ്പെട്ടത് അങ്ങനെയാണ്. ഇന്നതെല്ലാം എന്ത് ചെയ്തു? ഇന്നതെല്ലാം കുറഞ്ഞു പോയി. അനന്തരമായിട്ട് സംഭവിച്ചെന്താ? സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാതെ പോയി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു പ്രത്യേക തീരുമാനങ്ങളെടുത്ത് ഇന്ന് നിങ്ങൾ ഇറങ്ങുകയാണ് അല്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? തിരുവചന വായന ഉണ്ടായിരിക്കും. വേദോസം നിങ്ങൾ വായിക്കണം എല്ലാ ദിവസവും. അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ അപ്രകാരമുള്ള പ്രാക്ടീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ രാവിലെ വൈകുന്നേരം ഒരു സമയം നിശ്ചയിച്ച് എന്ത് ചെയ്യണം? വീട്ടിൽ എഴുന്നേൽക്കുകയും പാട്ട് പാടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കുടുംബ പ്രാർത്ഥന എല്ലാവരോടും വന്നിരിക്കാനായിട്ട് പറയണം. അത് സാധാരണ ഇതിൽ വേദോസം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് വീട്ടിലെ പിതാക്കന്മാർക്കാണ് അതിൻ്റെ ചുമതല ഉള്ളത്. പിതാക്കന്മാരാണ് വീട്ടിലെ പുരോഹിതന്മാരെന്ന് പറയുന്ന ആര് തന്നെ. പഴയ നിയമം നോക്കുമ്പോൾ അത് കുടുംബനാഥന്മാരാണ്. അവരില്ലെങ്കിൽ കുടുംബനാഥന്മാരാണ് പിന്നത്തെ ചാൻസ് വരുന്നത്. അല്ലെങ്കിൽ സാധാരണ പറഞ്ഞാൽ പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ മൂത്ത പുത്രനാണ് അതിൻ്റെ ചുമതല. ഇതാരുമില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഈ കാര്യം മനസ്സിലാക്കി നിങ്ങൾ അതിനുവേണ്ടി സമയം ചിലവഴിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും എന്തായിരിക്കും? അനുഗ്രഹമായിരിക്കും. വേദോസം പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടുകൂടെ എന്ത് ചെയ്യും? അതോടുകൂടി എല്ലാം ലഭിക്കും എന്നാണ് പറഞ്ഞു. എല്ലാം ലഭിക്കും, എല്ലാ സംഗതികളും ലഭിക്കും. ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ ദൈവമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? നമ്മൾ തുടങ്ങുക അല്ലേ? ദൈവവചനത്തിൽ നോക്കുക. അതിനെ ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് കൽപ്പനകൾ പ്രമാണിക്കും. ഓക്കെ. കൽപ്പനകളൊക്കെ എന്തിനായിരിക്കും? എന്തിനാണ് കൽപ്പനകൾ ദൈവം തന്നത്? അല്ലെങ്കിൽ ആർക്കാണ് കൽപ്പന ദൈവം കൊടുത്തത്? ആർക്കാ? ഉറക്കെ പറഞ്ഞേ. ആർക്കാണ് വേദോസത്തിൽ കൽപ്പന കൊടുത്തിരിക്കുന്നത്? ഉറക്കെ പറഞ്ഞു. മോശയ്ക്കാണ് കൊടുത്തത്. ഓക്കെ. മോശയ്ക്ക് കൊടുത്തത് തന്നെ മോശയ്ക്ക് വേണ്ടി മാത്രമാണോ കൊടുത്തത്? പിന്നെ ആർക്കാ കൊടുത്തത്? ഈ വേദോസത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 66. ഓക്കെ, ഉറപ്പ്. ഈ 66 പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? വായിച്ചിട്ടുണ്ടോ? മുഴുവൻ വായിച്ചിട്ടുണ്ടോ? വേദോസം മുഴുവൻ വായിച്ചാൽ ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക്? ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്തേക്കുക. ഇന്ന് തൊട്ട് എന്ത് ചെയ്യുക? കുറേശ്ശെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വേദോസം ഇങ്ങനെ വായിക്കണം. അപ്പം കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു തവണ നിങ്ങൾക്ക് വായിച്ചു തീർക്കാണ്ട് സാധിക്കും. തുടർച്ചയായിരിക്കണം ആ വായിക്കേണ്ടത്. ഒരു തവണ വായിച്ചാലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും അത്രമാത്രം ഗ്രഹിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ എന്ത് ചെയ്തോളുക? വായിക്കുക. ഒരു തവണ വായിക്കാൻ എത്ര നാളെടുക്കുമായിരിക്കും? ഒരു പുസ്തകം ഒരു ദിവസം വായിച്ച് തീർക്കാനാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കാം? ഒരു ദിവസം ഒരു പുസ്തകം വായിക്കും. 66 ദിവസം അല്ലേ? 66 ദിവസം എത്ര മാസം? സുമാർ 2 മാസം അല്ലേ? 2 മാസം. 2 മാസം കൊണ്ട് ഒരു ദിവസം ഒരു പുസ്തകം വെച്ച് വായിച്ചാൽ തീർക്കാം അല്ലേ? ഒരു ദിവസം ഒരു പുസ്തകം വെച്ച് തീർക്കാൻ പറ്റുമോ? ചില പുസ്തകങ്ങളൊക്കെ വായിക്കാം അല്ലേ? ചിലതിന് 1 അധ്യായമേ ഉള്ളൂ, ചില 2 3 ഒക്കെ ഉള്ളൂ.
ഇനി ഇവൻ ഒരു 5-6 അധ്യായമാണെങ്കിലും എന്ത് ചെയ്യും, നമുക്ക് വായി തീർക്കാം. ബാക്കിയുള്ള 150 അധ്യായങ്ങളൊക്കെ എന്ത് ചെയ്യും അല്ലേ? 50 അധ്യായം കൊണ്ട് 150 ഉണ്ട്, 30, 40, 42 അങ്ങനെ അധ്യായങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ശരാശരി ഒരു 6 മാസം കൊണ്ട് തീർക്കാൻ പറ്റുമായിരിക്കുമോ? വേണ്ട, 1 വർഷം കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഡിസംബർ തുടങ്ങുകയാണ് അല്ലേ? ഡിസംബർ ക്രിസ്മസ് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്തോളുക അല്ലേ? ഡിസംബർ മാസം തൊട്ട് വായിക്കാൻ തുടങ്ങുക. ജനുവരിയിൽ എന്ത് ചെയ്യണം? അടുത്ത ജനുവരി ഡിസംബറിൽ തീർക്കണം. ഒന്ന് നോക്കാമോ? നോക്കിക്കോ കേട്ടോ. ഓക്കെ, ഒന്ന് വായിക്കാനായിട്ട്. ഓക്കെ, അത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം മോശ മുഖാന്തരം നൽകിയതാണ് ഈ കൽപ്പന. ആ കൽപ്പന എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ അത് കൊടുക്കുന്നതെന്ന് പറയുക ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ കൽപ്പനയിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു രേഖപ്പെടുത്തൽ കാണത്തില്ല അല്ലേ? എങ്ങനെ ആരാധിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞത്. ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൽപ്പന, അതായത് ഒരു മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമായുള്ള ജീവിതത്തിൻ്റെ അവൻ അനുസരിക്കേണ്ട ദൈവപ്രസാദകരമായിട്ട് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സംഗതികളും അത് ചുരുക്കി സംക്ഷിപ്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? 10 കൽപ്പനകളായിട്ട്, വളരെ വളരെ പ്രധാനപ്പെട്ട 10 കൽപ്പനകളായിട്ട് എന്ത് ചെയ്യുന്നു? ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം കൊടുത്തു. അത് ഈ ഇസ്രായേൽ മക്കൾ എന്തിനു വേണ്ടിയാണ് മിസ്രൈമിൽ നിന്ന് പോകുന്നത്? എന്നാ കാരണം പറഞ്ഞാൽ പോന്നപ്പം ഫറവോനോട് എന്നാ പറഞ്ഞാൽ പോന്നേ അറിയാമോ? അറിയത്തില്ല അല്ലേ? പറഞ്ഞ പ്രകാരമാണ് എൻ്റെ ജനത്തെ, മോശ പറഞ്ഞു എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരു കൂട്ടം ജനമാണ് ആര്? ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. ഫറവോൻ്റെ അടിമത്തിൽ നിന്നും ദൈവ ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടവരാണ് ആര്? ഇസ്രായേൽ മക്കൾ. അവർക്ക് കനാൻ നാട് എന്ത് ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. ആ വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക്, പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത നാട്ടിലേക്ക് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു? യാത്ര പുറപ്പെടുന്നു. ആരാധനയ്ക്ക് വേണ്ടിയാണ് അവർ പുറപ്പെട്ടത് എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ അതിനകത്ത് വളരെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. ഫറവോൻ പറയുന്നത് വിടാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ആരാധിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ വേലക്കള്ളന്മാരാ, മടിയന്മാരാ, പോയി വേല ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? വളരെ വളരെ ഹാർഷായിട്ട് അവർ വളരെ കാഠിന്യത്തോടെ സംസാരിക്കുന്ന അവിടെ കാണാൻ സാധിക്കും. അവസാനം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ഓരോരോ ബാധകൾ വന്നു ഇടയ്ക്ക് അവർ പറയും, എന്നാൽ നിങ്ങൾ ആണുങ്ങളൊക്കെ പോയി എന്ത് ചെയ്തോ? ആരാധിച്ചോ എന്ന് പറയും അല്ലേ? അപ്പോൾ മോശ പറയുന്നുണ്ട്, ഞങ്ങൾ ആണുങ്ങൾ മാത്രം പോരാ എന്ന് പറയും. പിന്നീട് പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്ത് കുറേ സ്ത്രീകളെയും കൂടെ കൊണ്ടിരിക്കോ, കുഞ്ഞുങ്ങളും മൃഗങ്ങളൊക്കെ ഇവിടെ നിന്നോട്ടെ. അന്നേരം പറയുന്നുണ്ട്, അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകണം. പറഞ്ഞു, നിങ്ങൾ മൃഗങ്ങളെല്ലാം ഇവിടെ വിട്ടേരെ, നിങ്ങൾ മാത്രം പോകും. അതും പറ്റത്തില്ല, ഞങ്ങൾ ആണുങ്ങൾ പോകണം, ഞങ്ങൾ സ്ത്രീകൾ പോകണം, ഞങ്ങളെ കുട്ടികൾ പോകണം, ഞങ്ങൾക്കുള്ള ആടുമാടുകൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകണം, ഞങ്ങൾക്കുള്ളത് മുഴുവനും എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. കൊണ്ടുപോയി മാത്രമേ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പല ഭാഗങ്ങളിൽ അത് പറഞ്ഞാൽ കാണാൻ സാധിക്കും. എന്തായിരിക്കും അതിൻ്റെ ആശയം? ദൈവ ആരാധന എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ഭാഗമായിട്ടോ കുറച്ച് പേരായിട്ടോ ചെയ്യേണ്ടതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ മുഴുവനെ എന്ത് ചെയ്യണം? അവൻ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കേണ്ടതാണ് അല്ലേ? അവിടുത്തെ പിതാവോ അവിടുത്തെ മാതാവോ അവിടുത്തെ പിള്ളേരോ മാത്രം ആരാധിക്കേണ്ട കാര്യമല്ല. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? എല്ലാവരും ചേർന്നാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, സഭ എന്ന് പറയുന്നത് പുതിയ നിയമ ഇസ്രായേലാണ്. സഭ എന്ന് പറയുന്നത് പുതിയ നിയമ ഇസ്രായേലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം. പഴയ ഇസ്രായേൽ ആരാണ്? ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ പുതിയ ഇസ്രായേലും ആരാണ്? ദൈവത്തിൻ്റെ ജനമാണ് അല്ലേ? അവിടെ ദൈവം മോശ മുഖാന്തരം എന്ത് ചെയ്തു? അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ മോശ മുഖാന്തരം ഒരു ജനത്തെ എന്ത് ചെയ്തു? വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് ആരായി തീർന്നു? അതൊരു വിശ്വാസ സമൂഹമായി തീർന്നു. അതിനാണ് ആധുനിക ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവ ആരാധന എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവരും ചേർന്നാണ് ആരാധിക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ ദൈവത്തെ ആരാധിക്കുന്ന പറയുമ്പോൾ നമ്മൾ ആരെല്ലാം കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കണം? നമ്മൾ പറയും, നീ പാട്, ഞാനെന്ത് കേട്ടോളാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അങ്ങനെ വീട്ടിൽ കാരണന്മാരിയിരിക്കുന്നത് കാണാം. അതല്ലേ? പിള്ളേരോ എന്നാ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ചെയ്യുന്നു. പിള്ളേരെന്ത് ചെയ്യുന്നു? പുതപ്പിനടി കയറി കിടന്ന് അങ്ങനെ ഉറങ്ങുകയാണ്. ഒന്നും ഒരു വിചാരവും ഇല്ല അല്ലേ? പക്ഷെ ദൈവം പറയുന്ന അങ്ങനെയല്ല. എല്ലാവരും ചേർന്ന് വേണം എന്ത് ചെയ്യാൻ? ദൈവത്തെ ആരാധിക്കാൻ. പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെ പോകണം? പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും പോകേണ്ടത് അല്ലേ? എല്ലാവരും പോകേണ്ടത്.
ചില പള്ളിയിലൊക്കെ ഇപ്പം കണ്ടിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ എന്ത് ചെയ്യും, പള്ളി ആരാധന തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു, പിള്ളേരുടെ എല്ലാം അങ്ങ് മാറ്റുവാണ്. അത് യഥാർത്ഥത്തിൽ വേദവസ്താടിസ്ഥാനം നോക്കുമ്പോൾ അത് തെറ്റാണ്. ആരാധനാ സമയത്ത് എല്ലാവരും ചേർന്ന് ആരാധിക്കണം. മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യണം, വേറെ വേറെ സമയത്ത് ചെയ്യണം. പിള്ളേരെ മാറ്റി നിർത്തിക്കൊണ്ടോ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടോ, പുരുഷന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടോ, അങ്ങനെ ആരെയും മാറ്റി നിർത്തിക്കൊണ്ടോ അല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് നമ്മൾ ആരാധന പുസ്തകത്തിൻ്റെ പുറമേ പറഞ്ഞിരിക്കുന്ന പോലെ പൊതു ആരാധനയാണ്, അല്ലേ? എല്ലാവരും ചേർന്നുള്ള ആരാധനയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് ആരാധിക്കാനാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചത്. അങ്ങനെ ആരാധിക്കാൻ പോയ ജനത്തിന് എന്ത് ചെയ്തു, 2 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആരാധിക്കേണ്ട രീതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാധിക്കേണ്ട രീതികൾ എങ്ങനെയാണ്, ഈ ദൈവത്തെ എന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യുന്നു അവിടെ പറഞ്ഞത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ചില കൽപ്പനകൾ പറയുന്നുണ്ട്. അതുകൂടാതെ കൃത്യമായ നിബന്ധനകൾ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ വെച്ച് ദൈവം കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ആ കൊടുക്കുന്ന കൂട്ടത്തിലുള്ളതാണ് ഏത്, ഈ കൽപ്പനകൾ. അതിൻ്റെ അർത്ഥം ദൈവ ആരാധന ചില കൽപ്പനകൾക്ക്, ചില നിബന്ധനകൾക്ക്, ചില നിയമങ്ങൾക്ക് വിധേയപ്പെട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം നമുക്ക് നമ്മുടെ സ്വന്തം രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, എനിക്കിഷ്ടമില്ല എന്ന് പറയും. പള്ളിയിൽ പോകുന്ന എനിക്ക് എന്തല്ല, നമ്മുടെ പിള്ളേർ പറയുന്നില്ലേ, പള്ളിയിൽ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നല്ലേ. നമ്മുടെ ഇഷ്ടത്തിന് ആരാധിക്കേണ്ടതല്ല ആരെ, ദൈവത്തെ. കാരണവന്മാരും പ്രായമുള്ളവരും പറയുന്നുണ്ട് കേട്ടോ, എനിക്കിന്ന് പള്ളിയിൽ പോകാൻ തന്നെയല്ല, എനിക്ക് സൗകര്യമില്ല. നമ്മുടെ സൗകര്യത്തിന് ആരാധിക്കേണ്ടതല്ല നമ്മുടെ ദൈവത്തെ. നമ്മുടെ സൗകര്യത്തിനല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ്, ദൈവത്തിൻ്റെ നിബന്ധനകൾ അനുസരിച്ചാണ്. ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ പ്രസാദിപ്പാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്ത് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പനകൾ കൊടുത്തത്. കൽപ്പന കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്നാണ് പറഞ്ഞില്ല. ഒന്നാമത്തെ അവിടെ എടുത്ത് പറഞ്ഞിരിക്കുക, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, ഞാനാണ് യഹോവ, ഞാൻ യഹോവയാകുന്ന ദൈവമാണെന്നല്ലേ. ഞാനല്ലാതെ അന്യദൈവങ്ങൾക്ക് ഉണ്ടാകരുത്. ചുറ്റുപാടും മറ്റ് അനേക ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ നടുക്ക് എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ മക്കൾ ജീവിക്കുമ്പോൾ അവരോട് പറയാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവം, എന്നെ അല്ലാതെ എന്ത് ചെയ്യരുത്, ആരെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞിരിക്കും, അല്ലേ. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുകയാണ് മറ്റ് ആരാധനകൾ. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ പല സമയങ്ങളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രമാണം വിട്ടുപോകുന്നതൊക്കെ കാണാൻ സാധിക്കും. ആരാധനയ്ക്കായിട്ട് അവർ മറ്റ് പല ഉപാധികൾ അവർ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നത് കാണുവാൻ സാധിക്കും. മറ്റ് അനേക ഇടങ്ങളിൽ ആരാധനയ്ക്ക് അവർ പോയതായിട്ട് കാണാൻ സാധിക്കും. പല ആരാധനാലയങ്ങളും മറ്റിതര ആലയങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ദൈവത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് ദൈവം പ്രത്യേകമുള്ള കൽപ്പനകൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഈ അനേക ആരാധനകളുടെ നടുവിൽ, അനേക ദൈവ വിശ്വാസങ്ങളുടെ നടുവിൽ ഇവിടെ ഒരു ഏകദൈവ വിശ്വാസം ദൈവം എന്ത് ചെയ്യുന്നു, പറയുന്നു, അതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുള്ള കൽപ്പനകളാണ് അവിടെ വരുന്നത്. ആ കൽപ്പനയുടെ വിശദീകരണമാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ അവിടെ ഏതാണ്ട് 34-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് 1-2 സ്ഥലം ഒഴികെ ബാക്കി മുഴുവനും എന്താണ്, ഇസ്രായേൽ മക്കൾ ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും ആ ആരാധിക്കുന്ന ഈ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നു. അവൻ്റെ ആത്മീയവും ഭൗതികവും രാഷ്ട്രീയവുമായുള്ള ജീവിതത്തെക്കുറിച്ച് മുഴുവനും എന്ത് ചെയ്തിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അവൻ്റെ മാതാപിതാക്കന്മാർ, ദൈവവുമായുള്ള അവൻ്റെ ബന്ധം, മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ട് അവൻ്റെ ബന്ധം, മറ്റിതര ആൾക്കാരുമായിട്ടുള്ള അവൻ്റെ ബന്ധം, അവൻ്റെ ഭൂമിയിലെ അവിടെ കൃഷി കാര്യങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ബന്ധം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ആയിരിക്കണം, സമർപ്പണങ്ങൾ എങ്ങനെ ആയിരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നിനക്ക് ഇഷ്ടമില്ലാത്ത നിൻ്റെ ശത്രുവിൻ്റെ ഒരു കഴുത ചുമടിനടിയിൽപ്പെട്ട് അതെങ്ങനെ ചാകാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണെങ്കിൽ, എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, നീ എന്ത് ചെയ്യണം, അവനെ ഓർത്ത് ഈ കഴുതയ്ക്ക് അല്ലെങ്കിൽ കാളയ്ക്ക് നന്മ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും എന്ത് ചെയ്യണം, നീ അതിനെ രക്ഷിക്കണം. അതാണ് പ്രമാണം. അത് ലോകത്തെ ഏറ്റവും അതിശ്രേഷ്ഠമായുള്ള പ്രമാണമാണ്, ലോകത്തിൽ എങ്ങും കാണാത്ത പ്രമാണമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ശത്രുവിനെ എന്ത് ചെയ്യണം, ശത്രുവിനെ ഓർത്ത് ഈ മൃഗത്തോട് നീ എന്ത് ചെയ്യരുത്, നന്മ ചെയ്യാതിരിക്കരുത്. അതിന് ജീവനുണ്ട് അല്ലേ, അതിനെ രക്ഷ ചെയ്യാൻ എന്ത് ചെയ്യണം, അവനെ സഹായിക്കണം എന്ന് പറഞ്ഞു. എത്രയോ ശ്രേഷ്ഠമേറിയ കൽപ്പനകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ കൽപ്പനകളെല്ലാം എന്തിലേക്കാണ് പറയുന്നത്, ഇങ്ങനെയെല്ലാം പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവം പറയുന്നൊരു വാക്യമുണ്ട്, പറയുന്നൊരു കാര്യമുണ്ട്, പ്രസ്താവിക്കുന്ന ഞാൻ ആരാണ്, ഞാൻ
വിശുദ്ധനാണ്. ദൈവം വിശുദ്ധൻ ആകുന്നു അല്ലേ? ദൈവം വിശുദ്ധനാകും. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ എന്ത് ചെയ്യണം? ആരാധിക്കണം. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കണം. അപ്പോൾ വിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പാൻ ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ ദൈവം വെച്ചിരിക്കുന്നത്. ഏതാണ്? വിശുദ്ധി. ദൈവത്തെ പോലെ എന്ത് ചെയ്യുക? ആയിത്തീരുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ആയിത്തീരുക എന്നതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മളെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങളുണ്ട് ലോകത്തിലെ ഒട്ടുമുക്കാലും കാര്യങ്ങൾ നമ്മളെ അശുദ്ധരാക്കും അല്ലേ? ആ അശുദ്ധിയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധനായിട്ട് ജീവിക്കണമെന്നാണ് പറഞ്ഞത്. യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായൊരു പ്രസ്താവന യെശയ്യാവ് നടത്തുന്നത് കാണുവാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ദൈവത്തിൻ്റെ മഹത്വം ആര് കണ്ടു? ഈ യെശയ്യാവ് കാണും. ഉടനെ പറയുന്നുണ്ട്, അവിടെ ഒരു ആരാധന നടക്കുന്നതായിട്ടാണ് ദർശനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് സറാപ്പുകൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധിച്ചപ്പോൾ ഈ യെശയ്യാവിന് തോന്നി, അയ്യോ ഞാൻ എത്രയോ അരിഷ്ടനായൊരു മനുഷ്യനല്ലേ, ദൈവത്തെ കണ്ടല്ലോ, ദൈവത്തെ ആരാധന കണ്ടല്ലോ, ദൈവ മഹത്വം എനിക്ക് കാണാനായിട്ട് ഞാൻ ഇപ്പം മരിച്ചു പോകും എന്ന് ആര് വിചാരിച്ചു? ഈ യെശയ്യാവ് വിചാരിച്ചു അല്ലേ? ഉടനെ ഒരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം? ഞാൻ ആരെ അയക്കേണ്ടു, ആര് നമുക്ക് വേണ്ടി പോകും എന്നൊരു ശബ്ദം. ഉടനെ ഈ അവിടെ നിന്നൊരു തീക്കനലിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു കനലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ യെശയ്യാവിൻ്റെ അതിരത്തെ തൊടുവിച്ചു. തൊട്ടപ്പോൾ അവൻ ആരായി തീർന്നു? ശുദ്ധിയുള്ളവനായി തീർന്നു. അങ്ങനെ അവൻ ആ ദൗത്യ നിർവഹണത്തിനായിട്ട് പോകുന്നു, സമർപ്പിക്കുന്നു അവിടെ പറയുന്നു. അപ്പം വിശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം വിശുദ്ധീകരണത്തിനൊരു മാർഗ്ഗങ്ങൾ ഇതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ വിശുദ്ധിയോട് എന്ത് ചെയ്യുക? അടുത്ത് ചെല്ലാൻ നമ്മൾ ഉള്ള പരിശ്രമമാണ് അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. അതിനൊരേ ഒരു വഴി എന്ന് പറയുന്നത് ഏതാണ്? ഈ കൽപ്പനകൾ പ്രമാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൽപ്പനകൾ പ്രമാണിക്കണമേ, അതനുസരിക്കണം, അതറിയണമെന്ന് നമ്മൾ പറഞ്ഞു കണ്ടല്ലേ? അപ്പോൾ കൽപ്പന ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഈ കൽപ്പനകളൊക്കെ എന്ത് ചെയ്യാണ്? അനുസരിക്കാമെന്നും നിങ്ങൾ ദൈവഹിത പ്രകാരം ജീവിക്കാമെന്നൊക്കെ എന്ത് ചെയ്യുന്നു? തീരുമാനം എടുക്കുകയാണ്. ഇതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇതിനു മുമ്പ് ഉണ്ടോ? ഒരു ഓർമ്മയില്ലല്ലേ? നിങ്ങളെടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ആരെടുത്തു? നാനാമതാക്കന്മാരെടുത്തു അല്ലേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഈ രീതിയിലൊക്കെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നേക്കാം എന്നും പറഞ്ഞ് എന്ത് ചെയ്തു? ഒരു തീരുമാനം ആരെടുത്തിട്ടുണ്ട്? നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനപിതാക്കന്മാരുടെ എടുത്തിട്ടുണ്ട് അല്ലേ? ഇന്ന് അവർ വന്നിട്ടുണ്ട്, അവരുടെ മുഖത്ത് വലിയ സന്തോഷമൊക്കെ ഉണ്ട്. എന്താ? ഇന്ന് അവരുടെ ഉത്തരവാദിത്വം എന്ത് ചെയ്യാണ്? തീരുകയാണ് അല്ലേ? അവരെന്നാ പ്രമാണങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന അറിയാമോ? എന്നതാ? പിശാചിനെ എതിർക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല അല്ലേ? അന്ന് ഞാനത് മലയാളത്തിൽ പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ നല്ല പിള്ളേരായിട്ട് വളർന്നു വരാൻ വേണ്ടി അവരെന്ത് ചെയ്യില്ല? അവർ കള്ള് കുടിക്കത്തില്ല, ചീട്ട് കളിക്കത്തില്ല, കഞ്ചാവ് വീടി വലിക്കത്തില്ല, ചീത്ത വർത്താനം പറയത്തില്ല, മോശമായ വഴി നടക്കത്തില്ല. അങ്ങനെയൊക്കെ അവർ തീരുമാനം എടുത്തത്. എല്ലാ ദിവസവും എന്ത് ചെയ്തോളാം? അവർ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർ വേദോസം വായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നോക്കും, അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നോക്കും, അവർ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ നോക്കും. എങ്ങനെയെല്ലാം നോക്കിയിട്ട് അവരെ എന്തെല്ലാം പഠിപ്പിക്കും? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കും, വിശ്വാസ പ്രമാണം പഠിപ്പിക്കും, 10 കൽപ്പന പഠിപ്പിക്കും, പിന്നെ വേദോസം എല്ലാ ദിവസവും വായിക്കണം നിങ്ങളോട് പറയും. അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും? നിങ്ങളെ സ്ഥിരീകരിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇവിടെ എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുവരും. ആരാണ് ഈ എപ്പിസ്കോപ്പ? ആരാ എപ്പിസ്കോപ്പ? ആരാ എപ്പിസ്കോപ്പ? ആരാ എപ്പിസ്കോപ്പ അല്ലേ? എപ്പിസ്കോപ്പ ബിഷപ്പ് അല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ്, സഭയുടെ അധ്യക്ഷൻ്റെ അടുത്ത് കൊണ്ടുവരും അല്ലേ എന്ന് പറഞ്ഞ് അവർ പോയതാണ്. ഇന്നേക്ക് സുമാർ എത്ര വർഷമായെന്നറിയാമോ? എത്ര വർഷമായിക്കണം? എത്ര വർഷമായിക്കണം? ഒരു സങ്കല്പം പറയാമോ? അതൊന്നും സാറ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു പക്ഷേ പറയാമായിരിക്കും അല്ലേ? സാറ് പഠിപ്പിക്കാത്ത എന്നാതെ ഞാൻ നോക്കിയിട്ടാണ് വന്നത്. അതെ, 14 വർഷം വെച്ച് പറഞ്ഞ് വളരെ ശരിയാണ്. 14 വർഷമോ അല്ലെങ്കിൽ അവരുടെ എത്രമാത്രം പ്രായമായി അത്രയും വർഷം ഒന്ന് കൂട്ടാം. അന്ന് ഇവിടെ പള്ളി കൊണ്ടുവന്ന് സ്നാനം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ എന്ത് ചെയ്തു? ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ മേശ വെച്ച് എന്ത് ചെയ്യും? നിങ്ങളെ സമർപ്പിച്ച ദൈവത്തിനാണ്.
ദൈവത്തിൻ്റെ പൈതലായിട്ട്, ദൈവത്തിൻ്റെ മകനായിട്ട്, മകളായിട്ട് എന്ത് ചെയ്തു? ഇവിടെ സമർപ്പിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? സ്ഥിരീകരമായിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുക അല്ലേ? ഒരു ചോദ്യം, ഈ കാര്യമെല്ലാം നിങ്ങളുടെ ജ്ഞാനവേക്കന്മാർ വല്ലതും നിങ്ങളോട് നോക്കിയോ? ആരാന്നറിയാമോ ജ്ഞാനവേക്കന്മാർ നിങ്ങളെ? കുറച്ച് പിള്ളേർക്കൊക്കെ അറിയാം ജ്ഞാനവേക്കന്മാർ ആരാണ്. ഓക്കെ, അവരത് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലേ? ഇപ്പം നമ്മളിതെല്ലാം കൂടി ഇന്നത്തെ കാലത്ത് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ ചുമതലയെല്ലാം കൂടെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പിള്ളേരെ വചനം പഠിപ്പിക്കാനുള്ള ചുമതല ആരെ ഏൽപ്പിച്ചിരിക്കുക? കാരണവന്മാരെല്ലാവരും കൂടി സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലേ? സൺഡേ സ്കൂൾ അധ്യാപകരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സ് ഉദ്ദേശിച്ച കാര്യം വല്ലതാണോ നമ്മൾ ചോദിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. ഇന്ന് നമ്മൾ ആകമൊത്തം ശ്രദ്ധിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആരാ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? ഇന്നോടത്തിൻ്റെ ആരാ? ആ ക്ലാസ്സിൽ പോണ്ട. ആരാ എൻ്റെ മോളെ പഠിപ്പിക്കുന്നത്? ഇന്നടത്ത് ഇന്നാളാ. അവൾ പഠിപ്പിക്കുന്നത് പോകണ്ട. ഇത്രയും മാത്രമേ ശ്രദ്ധിക്കുന്നു. അതോടെ ആ കൊച്ചിൻ്റെ പഠിത്തവും നിന്നു. അവർ പിന്നെ എന്നാ ചെയ്യും? അവർ പിന്നെ കല്യാണം കഴിക്കാൻ പ്രായമായി കഴിയുമ്പോൾ സ്ത്രീകരിക്കാനുള്ള നേരമില്ല. ഉടനെ ബിഷപ്പിൻ്റെ ഒരു ഒറ്റ അപേക്ഷ എന്താണ്? സ്ത്രീധനം കഴിക്കാതെ കല്യാണം കഴിക്കാൻ ഒരു അനുവാദം തരണം. അങ്ങനെ ചോദിക്കുന്ന ബഹുമാനപ്പെട്ട ആൾക്കാരുണ്ട്. ചോദിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ 20 വർഷമായി 15 വർഷമായി എന്ന് വരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇപ്പോൾ കൂടി വന്നിരിക്കുകയാണ്. അത് അവരെന്ത് ചെയ്തില്ല, പലപ്പോഴും അത് നോക്കാറുണ്ട്. ഇവിടെ വന്നവരെല്ലാം കുറേയൊക്കെ അവർ നിങ്ങളെ ശ്രദ്ധിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ അനുസരിച്ച് അവരെടുത്ത തീരുമാനങ്ങൾ ഇന്ന് എന്ത് ചെയ്യാണ്? നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താണ് നിങ്ങൾ അവർ ചെയ്തതെന്ന് അറിയണം. അതിനെക്കുറിച്ചൊരു അറിവ് നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അതിവിടെ നിങ്ങൾ പറയണം. അല്പം കഴിയുമ്പോൾ ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് എന്ത് ചെയ്യാണ്? ഏറ്റെടുത്ത്. നിങ്ങൾ ആരാണ്? വിശ്വാസ സംബന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ആരാണ്? ആരാ? ദൈവമക്കൾ. ആരാ? എങ്ങനെയാ അത് കിട്ടിയത്? ദൈവമക്കൾ നിങ്ങൾ എങ്ങനെയായി തീർന്നത്? എങ്ങനെയാണ് നിങ്ങൾ ദൈവമക്കളായത്? ഉറക്കെ പറയും. അയ്യോ ഉറക്കെ പറയും. പറഞ്ഞു. ഇന്നത്തെ കാലത്തുള്ളൊരു പ്രത്യേകതയാണ്, നമ്മുടെ മക്കൾ എന്ത് ചെയ്തില്ല? അവർ ഉറക്കെ എന്ത് ചെയ്തില്ല? ഉത്തരം പറയത്തില്ല. ചോദ്യം ഉത്തരം പറയത്തില്ല. സംസാരം എന്ത് ചെയ്തിരിക്കുന്നു? വളരെ കുറഞ്ഞിരിക്കും. അവർ മൊത്തം ഇപ്പം എന്നതാണ്? ഇപ്പം മുഴുവൻ എഴുത്താണ്. മൊത്തം എഴുത്താണ്. എവിടെയാ എഴുത്ത്? എവിടെ മക്കളെ എഴുതുന്നത്? മൊബൈലിലാണ് എഴുതുന്നത്. മൊബൈൽ എഴുത്ത് എവിടെയാണെങ്കിലും നല്ലതല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ശരിയാണ്, നല്ലത് തന്നെ. പക്ഷേ ഇപ്പം വന്ന് അതെല്ലാം വളരെ ഷോർട്ട് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. മൊബൈൽ എഴുത്ത് മുഴുവൻ എന്ത് ചെയ്യാണ്? നമ്മുടെ സ്ഥലം ലാഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ഫോമാണ് ഉപയോഗിക്കുന്നത്. വന്ന് പുത്തൻ തലമുറ വിചാരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് മുഴുവൻ അല്ലേ? വളരെ വിചിത്രമാണ്. നമ്മൾ നേരത്തെ അക്ഷരം പഠിച്ചവർക്കൊന്നും അതൊന്നും വായിച്ചെടുക്കാൻ വലിയ പാടാണ്. കാരണം പല അക്ഷരങ്ങളും അതിൻ്റെ അകത്ത് എന്തില്ല, അതിൻ്റെ കാണത്തില്ല. എല്ലാം ഷോർട്ട് ഫോം അല്ലേ? കേട്ടോ എന്ന് നിങ്ങൾ എങ്ങനെ എഴുതും? കെ ഇട്ടിട്ട് ഇട്ടോന്നിട്ട് ഇവർ എന്നാ ഭാഷ ഒരു പിടി നല്ല രീതിയിലാണ്. ഇപ്പോൾ പിള്ളേർ വിചാരിക്കുന്ന അത്രയേ ഉള്ളൂ, ഈ ഭാഷകളെല്ലാം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സ്ലേറ്റും ഒന്നും വേണ്ട എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ പാഠ്യപദ്ധതികളുടെ ഒരു പ്രത്യേകത കൊണ്ട് അക്ഷരങ്ങളെല്ലാം നമുക്കറിയത്തില്ല അല്ലേ? എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയത്തില്ല. ഏതാണ് ആദ്യത്തെ അക്ഷരം എന്ന് ചോദിച്ചാൽ അതും നമുക്ക് അറിയത്തില്ല. പണ്ടൊക്കെ തന്നെയായിരുന്നു എഴുതി പഠിപ്പിച്ചിരുന്നത് അല്ലേ? ഇടക്കാലം കൊണ്ട് പിന്നെ എന്നാ പറ്റി? ഒന്നും എന്നുള്ളതാണ് ആദ്യം എഴുതിയത്. ഒന്നും. പിന്നെ എന്നാ പറഞ്ഞു? പിന്നെ ഇട്ടോ എന്നുള്ള പൂജ്യമാണ് ഇട്ടത് അല്ലേ? അത് പിള്ളേർക്ക് എളുപ്പം എഴുതി പഠിക്കണം. ഒന്ന് വരയ്ക്കാൻ എളുപ്പമാണ് അല്ലേ? അങ്ങനെ നമ്മൾ ലിപിയുടെ പഠനം എന്ത് ചെയ്യും? മാറ്റി. പക്ഷേ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് അതിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അക്ഷരമാല ക്രമം എന്ത് ചെയ്യണം? അക്ഷരമാല തന്നെ പഠിപ്പിക്കണമെന്ന് ശക്തമായ നിർദ്ദേശം ചെറിയ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്. അത് വലിയൊരു മാറ്റമാണ് തീർച്ചയായും. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലത് നമ്മുടെ പരിചയം കൊണ്ട് എന്ത് ചെയ്യുന്നു, അതങ്ങനെ തന്നെ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ
ഇത് വായിക്കുന്നു, വചനം വായിക്കുന്നു. നമ്മൾ ഇപ്പോഴത്തെ തലമുറ അത് വായന വളരെ കുറവാണ്. വായന എവിടെയാണുള്ളത്? നമ്മൾ മൊബൈലാണ് വായിക്കുന്നത്. അതുകൊണ്ട് അത് ശബ്ദം വേണ്ട. മൊബൈലിൽ നോക്കി നമ്മൾ ഉറക്ക വായിക്കേണ്ട കാര്യമില്ല, അല്ലേ? നമുക്ക് വേണ്ടി മാത്രം വന്ന മെസ്സേജാണ് നമ്മളതിനെ വായിക്കും. അപ്പോൾ അവിടെ എന്തില്ല, നാക്കോ ചുണ്ടോ ഒന്നും അനങ്ങുന്നില്ല. ഓക്കെ, നമ്മൾ തിരിച്ച് മെസ്സേജ് വിടുമ്പോഴോ നമ്മളെന്തെങ്കിലും പറയുന്നുണ്ടോ? ഹലോ, എന്നാണ്ട് വിശേഷം, അങ്ങനെ എഴുതുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. പറയാത്തതുകൊണ്ട് നമുക്ക് സംസാരം കുറഞ്ഞു. മൊത്തം എഴുത്താണ്, അല്ലേ? എഴുത്തും മൊബൈലിലാണ് നമ്മൾ എഴുത്ത് വരുന്നതുകൊണ്ട് ഷോർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് പലതും തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഉത്തരം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വലിയ വലിയ എക്സാമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് നടക്കുന്നത്. ആണ് നേരിട്ട് ചോദിച്ചാൽ പിള്ളേർക്ക് അറിയത്തില്ല എന്ന് വിചാരിച്ചായിരിക്കണം. എല്ലാ കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ ഉത്തരം പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പള്ളിയിൽ പോയപ്പം ആമേൻ പറയുന്നത് കൊയറുകാർ പോലും പയ്യാണ് പറയും. അച്ഛന്മാരുടെ ഒരു മീറ്റിങ്ങിൽ, വേറൊരു മീറ്റിങ്ങിൽ പോയപ്പം ഞാനിങ്ങനെ പ്രതിവാക്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പ്രതിവാക്യം പറയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സംശയം. ഉടനെ ഞാനത് മീറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതിവാക്യം പറയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇച്ചിരി ഉറക്കെ പ്രതിവാക്യം പറയണം എന്ന് പറഞ്ഞു. അച്ഛന്മാരോടാണ് പറയുന്നത്. അച്ഛന്മാർ ഉപദേശിമാരുള്ളൊരു മീറ്റിംഗ്, നമ്മുടെ ഡൈസ് അല്ല. അവിടെ പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി ഉറക്കെ പറയണം. കാരണം നിങ്ങൾ ഇത്രയും പയ്യെ പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ അത്രയും കൂടെ പയ്യെ പറയത്തുള്ളൂ. ഒരു കാര്യം പറഞ്ഞാൽ അതിന് പ്രതികരണമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുമേ ഇല്ല. വേദോസം എന്നാ പറയുന്നു? ദൈവ ആരാധന എങ്ങനെയാണ്? ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെയാണ്? പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്ന് പറഞ്ഞു, അല്ലേ? പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. യേശു ശിശുക്കൾ ആർത്ത് വിളിക്കുന്നതായിട്ട് യേശുവിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ യേശുവിനെ പറഞ്ഞ്, അവരാർത്തില്ലെങ്കിൽ ആരാർക്കും? ഇത് ഈ കല്ലുകൾ ആർക്കും. ആർക്കും എന്ന ഒച്ച വളരെ ഒച്ചയ്ക്കാണ് സംസാരിക്കും, അല്ലേ? പാടുന്നു. നമ്മൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നമ്മുടെ മനസ്സുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യുന്നു? പള്ളിയിലിരിക്കുമ്പോൾ തന്നെ പല പല സ്ഥലങ്ങളിൽ പോവുകയാണ്. ആരാധന എന്തായിത്തീരുന്നു? ആരാധന അർത്ഥശൂന്യമായിട്ട് തീരുന്നു. നമ്മളിവിടെ കുറേ ശരീരങ്ങൾ ഇരിക്കുന്നു എന്നല്ലാതെ എന്ത് ചെയ്യുന്നില്ല? ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇതിൽ കിട്ടാതെ പോകുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ വന്നോ അതിനേക്കാൾ ഹൃദയഭാരത്തോടെ അങ്ങോട്ട് തിരികെ പോകുന്നൊരവസ്ഥയാണ് ആരാധനയിൽ ഉണ്ടാകുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ദൈവ ആരാധനയ്ക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയുമാണ് ഈ പ്രത്യേക സ്ഥിരീകരണ ശുശ്രൂഷ ചില ചോദ്യങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു ആപ്തവാക്യമുണ്ടായിരുന്നു, കുറിവാക്യമുണ്ടായിരുന്നു. ആത്മാവിലുള്ള ആരാധന എന്താണ്? ആത്മാവിലുള്ള ആരാധന ദൈവപ്രസാദം. ആത്മാവിലുള്ള ആരാധന ദൈവപ്രസാദം. അതാണ് ദൈവം ആത്മാവാകുന്നു എന്നുള്ള വേദഭാഗത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അത് ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്, അതിനെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാവിലുള്ള ആരാധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവ ആരാധന എന്ന് പറയുന്നത് ആലയം കൊണ്ട് നിൽക്കുന്നതല്ല. ആലയത്തിന് പുറത്താണ് ആ ആരാധനയുടെ ബാക്കി കാര്യങ്ങൾ ഉള്ളത്. ആരാധന ഇവിടെ നമ്മൾ ദൈവത്തെ മഹത്വന്നു, പാടുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ആക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ആക്ഷൻ ആലയത്തിന് പുറത്താണ്. അല്ലെങ്കിൽ ആലയത്തിന് പുറത്തുള്ള നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആലയത്തിനുള്ളിലുള്ള ആരാധന ഇരിക്കുന്നത്, അതിൻ്റെ മഹത്വം ഇരിക്കുന്നത്, അതിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത് എന്നാണ് ആ ചിന്താവിഷയത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത്. എന്തുമാത്രം നിങ്ങൾ ആ ചിന്തകളോടെ എത്തി എന്ന് അറിയത്തില്ല. അതിന് ഇവിടെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ അത് തന്നെയാണ്, എങ്ങനെയാണ് ദൈവത്തിന് ഇഷ്ടകരമായ രീതിയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞു, ജ്ഞാനമാതാക്കന്മാരൊക്കെ എന്ത് ചെയ്തു? നിങ്ങൾ പുക വലിക്കാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ഞാൻ മുമ്പേ പറഞ്ഞെന്നാ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ, അല്ലേ? ഓക്കെ, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങൾ പുക വലിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവരെന്നാ ചെയ്തു? അന്ന് തൊട്ടേ പുകവലി ഉപേക്ഷിച്ചു. പുകവലി എന്താണ്? പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അതുകൊണ്ട് പിള്ളേർക്ക് ഹാനികരമായിട്ട് ഒന്നും വരരുത് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അന്ന് തൊട്ടേ അവരെന്ത് ചെയ്തു? പുകവലി ഉപേക്ഷിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവർ പുകവലിക്കും? നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ? ഇല്ലല്ലോ. പേരൻസ് പുകവലിക്കുന്നത് കണ്ടില്ല. പ്രൈസ് ലോർഡ്. ഓക്കെ, അന്ന് തൊട്ട് അവർ മദ്യപാനം നിർത്തി. മദ്യപാനം നിർത്തി.
എന്തിനു വേണ്ടിയാ? നിങ്ങൾ മദ്യപാനികളാകരുത്. നിങ്ങൾ മദ്യപാനികളാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അന്നേ അവരെന്ത് ചെയ്തു? അവരുപേക്ഷിച്ചു അല്ലേ? അങ്ങനെ അനേക കാര്യങ്ങൾ അവരുപേക്ഷിച്ചു. അഥവാ അവരെങ്ങാനും ചെയ്യുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? അത് നിങ്ങൾ അനുവർത്തിച്ചേക്കരുത്, അനുസരിച്ചേക്കരുത് കേട്ടോ. ഓക്കെ, അവരോട് നമുക്ക് തൽക്കാലം ദൈവം ക്ഷമിക്കട്ടെ, നമുക്ക് എന്ത് ചെയ്തേക്കാം? അവൻ ക്ഷമിച്ചേക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെയുള്ള ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്തു? അവരുപേക്ഷിച്ചു നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ നല്ലവരാകാൻ വേണ്ടി. ഇന്ന് നിങ്ങൾ പറയാണ്, ഞങ്ങൾ സ്വയം എന്ത് ചെയ്യുന്നു? ഞങ്ങളത് മനസ്സിലാക്കുന്നു, ഞങ്ങൾ അത് സ്വയം ഏറ്റെടുത്തു. എന്തിനു വേണ്ടിയാ? ഈ ദൈവത്തെ ആരാധിപ്പാൻ, ഈ ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് നിൽപ്പാൻ. ചിലത് ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ ചിലത് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളം, ഈ ലോകത്തിൻ്റെ മായ, ജഡത്തിൻ്റെ പാപം, പിശാചിൻ്റെ സകല പ്രവൃത്തി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഉപേക്ഷിക്കുന്നത് അല്ലേ? പൊതുവായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തെല്ലാം ഉപേക്ഷിക്കുന്നു? നിഗളം ഉപേക്ഷിക്കുന്നു അല്ലേ? നമ്മൾ നിഗളിച്ച് നടക്കുക, അവൾ ഭയങ്കര നെഗളിയാന്ന് പറയും അല്ലേ? അങ്ങനെയുള്ള നിഗളം അല്ലേ? നിഗളം ഉപേക്ഷിക്കുന്നു. പിന്നെ ഈ ലോകത്തിൻ്റെ മായ, അത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് അത് സ്ഥിരമായിട്ട് നിൽക്കാത്തതാണ്. സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നേ ഉള്ളത്, അത് ദൈവമാണ്. ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാത്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അത് ഉണ്മയാണ്, അല്ലെങ്കിൽ അത് മായയാണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? നമ്മളെ മയക്കുന്ന, വിശ്വാസ ജീവിതത്തെ നമ്മളെ മയക്കിക്കളയുന്ന സകലവിധമായ മായയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. പിന്നെ ജഡത്തിൻ്റെ പാപം, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ചുള്ള ആ രീതിയിലുള്ള ജീവിതം എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. പിശാചിൻ്റെ പ്രവൃത്തി എന്തായിരിക്കും? ഒരു പിശാചിൻ്റെ പ്രവൃത്തി പറയാമോ? പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞേ, പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറയും. എന്തായി പിശാചിൻ്റെ പ്രവൃത്തി? ഒരു പ്രവൃത്തി പറയാം. അവരിന്ന് ഉപേക്ഷിക്കുമ്പോൾ എനിക്കവർക്ക് അറിയത്തില്ല. പിന്നെ ഉപേക്ഷിക്കും അല്ലേ? എന്തായിരിക്കും പിശാചിൻ്റെ പ്രവൃത്തി? ഒരു പ്രവൃത്തി പറയാമോ? പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങൾക്കറിയത്തില്ല, പിള്ളേർക്കറിയാവില്ല അല്ലേ? അവർ ഉപേക്ഷിക്കുന്നു. അറിയാം എന്നാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നു. പറഞ്ഞതിന് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? ഇന്നതാണ് പിശാചിൻ്റെ പ്രവൃത്തി. അവർ കാണുമ്പോൾ അറിയത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഓക്കെ, വേണ്ട. അറിയത്തില്ലേ പിന്നെ എന്നാ ഈ പിശാചിൻ്റെ പ്രവൃത്തി ഏതെങ്കിലും ഒന്ന്? ഈ ഒന്നും കേൾക്കത്തില്ല. കള്ളം പറയുന്നതാണെന്നാണ് പറയുന്നത്. ഓക്കെ, കള്ളം പറയുന്നൊരു പിശാചിൻ്റെ പ്രവൃത്തിയാണ് പറയുന്നത്. ഓക്കെ, കേട്ടല്ലോ, കള്ളം പറയുന്ന പിശാചിനെ കള്ളം പറയാം. ഓക്കെ, വേറെ എന്നാളെ തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പൊതുവെ പറയാൻ പറ്റാം. ഇന്ന തെറ്റെന്ന് പറയാൻ സാധിക്കണം അല്ലേ? സാധാരണ ഇപ്പം നമ്മൾ പിള്ളേരോട് ഈ ലഹരി വിരുദ്ധ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പണ്ട് ലഹരി ഉപയോഗിക്കരുതെന്നാണ് പറയാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എന്തെല്ലാമാണ് ലഹരി എന്ന് ഇനി അവരോട് പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങളാണ് ലഹരി, അത് എന്ത് ചെയ്യുക? അത് ഉപയോഗിക്കും. അതാണ്. ഇപ്പം കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് എന്ത് ചെയ്യരുത്? കഞ്ചാവ് ലഹരിയാണ്, അത് എന്ത് ചെയ്യും? ഉപയോഗിക്കുക. പിന്നെ ചിലതരം ഗുളികകൾ, നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന ഗുളികകൾ, അതെന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കുന്നത്. ചില പേരുകളൊക്കെ പറയും. ചിലതരം സ്റ്റാമ്പുകൾ, അതെന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കുന്നത്. ചില പൊടികൾ അല്ലേ, അതെന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കണം, അത് എടുക്കരുത്, ഉപയോഗിക്കരുത്. ചില മരുന്നുകൾ, അതെന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. അങ്ങനെ കൃത്യമായിട്ട് പേര് പറഞ്ഞു കൊടുത്താണ് ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നടത്തുന്നത്. കാരണം അത് അറിയത്തില്ലെങ്കിൽ അവർ അറിയാതെ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് ചെന്ന് പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ നമ്മൾ പപ്പായോടും മമ്മയോടും വഴക്കുണ്ടാക്കാൻ ഓടിക്കുമോ? അതെന്തായിരിക്കും? അതാരുടെ പ്രവൃത്തിയായിരിക്കും? അപ്പോൾ ഒന്നാം തരം പിശാചിൻ്റെ പ്രവൃത്തി അല്ലേ? നമ്മൾ പിശാചുക്കളല്ല, പക്ഷെ എന്ത് ചെയ്യുന്നു? പിശാചിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുക. പിശാച് മാറി നിൽക്കുകയാണ്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ അത് ചെയ്യിപ്പിക്കുകയാണ്. അതാണ് പിശാചിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നില്ലേ? അപ്പനോടും അമ്മയോടും പപ്പായോടും മമ്മയോടും ഡാഡിയോടും ഒക്കെ എന്ത് ചെയ്യുക? ദേഷ്യപ്പെടുക, അവർ പറഞ്ഞ് അനുസരിക്കാതിരിക്കുക, പള്ളി പോകാൻ എനിക്ക് സൗകര്യമില്ലെന്ന് പറയുക അല്ലേ? അങ്ങനെയൊക്കെ അതൊക്കെ എന്തായിരിക്കും? അതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തികളാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്താണ്? പിശാചിൻ്റെ പ്രവർത്തനം. എല്ലാം അനുസരിക്കണമെന്ന് അനുസരിക്കുന്ന ദൈവപ്രവൃത്തി, അതിൻ്റെ നിന്ന് അനുസരണക്കേടിലേക്ക് കൊണ്ടുപോകുന്നെല്ലാം എന്ത് തന്നെയാണ്? പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് ഓർക്കണം. ഓക്കെ, നമ്മൾ പിശാചിൻ്റെ പ്രവൃത്തി ചെയ്യുക, അതിൽ ഉപേക്ഷിക്കുന്നതാണ് പറയുന്നത്. പിന്നെ രണ്ടാമതൊന്നും വിശ്വസിക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം? പറഞ്ഞേ, നമ്മുടെ വിശ്വാസം എന്താണ്?
നമ്മൾ എന്നാ ദൈവവിശ്വാസികളാ? ഓക്കെ, പൊതുവായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകരും പ്രായമുള്ളവരൊക്കെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ കാതലായിട്ട് സംഗതികൾ അറിയാതെ പോകുന്നു. നമ്മുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ അറിയും. അതൊരു വലിയൊരു പരാജയമാണ്. അതെവിടെയാണ് അതിൻ്റെ പരാജയം വന്നതെന്ന് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. ഒറ്റ ചോദ്യത്തിന് അതിന് ഡയറക്റ്റ് ഉത്തരം അവർക്കില്ല. നമ്മളൊരു കൽപ്പന എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസ പ്രമാണം എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് എൻ്റെ വിശ്വാസം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തില്ല, നീ ആരിൽ വിശ്വസിക്കുന്നു ചോദിച്ചാൽ എന്ത് ചെയ്യുന്നില്ല, പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ പറയുമായിരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിലെല്ലാവരും വിശ്വസിക്കും. CSAക്കാരൻ്റെ നിൻ്റെ വിശ്വാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തില്ല, നമുക്ക് ഉത്തരമില്ല, ക്ലിയർ അല്ല. നമ്മൾ പഠിപ്പിക്കുന്ന എന്തില്ല, കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മളെന്നാ പറയുന്നു, നമ്മുടെ പിള്ളേരെന്നാ പറയുന്നു, എല്ലാ വിശ്വാസവും ഒന്നുപോലെ, അല്ലേ? എല്ലാ വിശ്വാസവും ഒന്നുപോലെ വിശ്വസിക്കുന്ന ആരെല്ലാം നമ്മൾ വിശ്വസിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ വിശ്വാസം. അത് നമ്മൾ ഇപ്പോൾ ഓർത്തിരുന്നതാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തതിനെയും സൃഷ്ടിച്ച ഏകദൈവത്തിലുള്ള വിശ്വാസമാണ്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവൻ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസമാണ്. അതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ എന്താണെന്ന് പലതവണ ചിന്തിച്ച് അയച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മുടെ ദൈവമാണ് ഏത് ദൈവം? ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണ്. ആകാശങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ ദൈവം. ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ്. നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്? ഞാൻ വിശ്വസിക്കുക എൻ്റെ ദൈവമാണ്, അല്ലേ? നമ്മുടെ നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ സകലത്തെയും പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ ആരാണ്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം. അതാണ് വിശ്വാസം. ആ ദൈവം ആരാണ്? ആ ദൈവമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. അതെൻ്റെ വിശ്വാസമാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് അവരെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും അത് നമ്മുടെ വിശ്വാസമാണ്, അല്ലേ? വിശ്വാസം ഒരുപക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഒന്നേക്കാം, എന്നാലും അത് നമ്മുടെ വിശ്വാസമാണ്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശം ഇല്ല. അത് നമ്മുടെ വിശ്വാസമാണ്. അതിനുവേണ്ടിയാണ് ഒരു വിശ്വാസ പ്രമാണം എന്ത് ചെയ്യും, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചുരുക്കി പറയുന്നതാണ് എന്ത്, വിശ്വാസ പ്രമാണം, അല്ലേ? വിശ്വാസ പ്രമാണം എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പഠിക്കണം, അല്ലേ? ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. ഈ ദൈവത്തിൽ എന്ത് ചെയ്യും, നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മളെ ഇത് ശുദ്ധീകരണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടുത്ത് ചേർന്ന് വരുന്നതാണ് അശുദ്ധി, അല്ലേ? വിശുദ്ധി ദൈവത്തോട് അടുപ്പിക്കുന്നുവെങ്കിൽ അശുദ്ധി എന്ത് ചെയ്യും, ദൈവത്തിന് അകറ്റിക്കളയും. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ദൈവവചനം എന്ത് ചെയ്യും, പ്രമാണങ്ങൾ എന്ത് ചെയ്യും, അനുസരിക്കുമെന്നാണ് പറഞ്ഞത്, അല്ലേ? അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ദൈവത്തിന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്മാരെല്ലാവരും ദൈവത്തിന് അകന്നു പോയോ? എന്നകന്നു പോയി? എന്നായിരിക്കും അകന്നു പോയത്? അതെ, എന്നായിരിക്കും? എന്നാണ് മനുഷ്യൻ ദൈവത്തിന് അകന്നു പോയത്? എന്നായിരിക്കും? പ്രായമുള്ളവർക്കും പറയാം, എന്നായിരിക്കും മനുഷ്യൻ ദൈവത്തിന് അകന്നു പോയത്? പാപം ചെയ്തപ്പോൾ. എന്ത് പാപം ചെയ്തു? പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ്. അനുസരണക്കേട് എന്ന് വന്നു ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് മനുഷ്യൻ എന്ത് ചെയ്തു, അനുസരണക്കേട് കാണിച്ചു, അല്ലേ? ദൈവത്തിൻ്റെ കൽപ്പന എന്ത് ചെയ്തു, ലംഘിച്ചു. ആദവും അവയും ഏറ്റവും മനോഹരമായ ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലായിരുന്നു, അല്ലേ? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ എന്ത് ചെയ്തു, അവരെ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം ഉണ്ടായിരുന്നു, അല്ലേ? ദൈവം എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്തിരുന്നു, അവരെ കാണാൻ വന്നിരുന്നു, അവർ ദൈവവുമായിട്ട് സംസാരിച്ചിരുന്നു, അല്ലേ? അനുസരണക്കേട് കാണിച്ചപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയോ? ഇല്ല. ആ തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കി. അപ്പോൾ ആ സൗഭാഗ്യ അവസ്ഥയിൽ നിന്ന്, സ്വർഗീയ സൗഭാഗ്യത്തിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു, അകന്നുപോയി. അപ്പോൾ ആ അകന്നുപോയ മനുഷ്യനെ വീണ്ടും തിരികെ കൊണ്ടുവരാനാണ് എന്ത് ചെയ്യും, ദൈവം ശ്രമിക്കുന്നത്. സ്നേഹവാനായ ദൈവത്തിന് അനുസരണക്കേട് കാണിച്ച അകന്നുപോയ മനുഷ്യനെ വീണ്ടും അനുസരണത്തിലേക്കും ദൈവവാദത്തേക്കും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് വിശുദ്ധ വേദവസ്തുവിൽ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകത്തിൽ കാണുന്നത്. അതിനാണ് ദൈവത്തിൻ്റെ രക്ഷണ്യവേല എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏറ്റവും അവസാനമായി ദൈവം ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ എന്ത് ചെയ്തു, ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി എന്ത് ചെയ്തു, പിറന്നു എന്ന് നമ്മൾ വിശ്വസിക്കും, അല്ലേ?
ക്രിസ്മസ് നമ്മളിപ്പോൾ അടുത്ത മാസം തൊട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ ദൈവം മനുഷ്യനായി വന്നത് എന്തിനു വേണ്ടിയാണ്? രക്ഷണ്യവേലയുടെ അവസാനത്തെ പ്രവർത്തനം എന്ന് നമുക്ക് പറയാം. അത് ആ ദൈവഭാഗത്തേക്ക് അടുത്ത് ചെല്ലാനൊരു മുഖാന്തരം തൻ്റെ പുത്രനെ നൽകി എന്ന് പറഞ്ഞിട്ട് ആ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെയ്യാം. ആരിലൂടെ? യേശുവിലൂടെ പിതാവിൻ്റെ അടുത്ത് ചെല്ലാം, പുത്രനിലൂടെ പിതാവിൻ്റെ അടുത്തിലേക്ക് ചെല്ലാം, അല്ലേ? യേശുവിലൂടെ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു? ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു? യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവകാശം ദൈവത്തോട് ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അവകാശപ്പെടാനായിട്ടുണ്ടെങ്കിൽ, ദൈവസേനയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവികമായ കാര്യം ചെയ്യണമെങ്കിൽ ഒറ്റ ആൾ വഴിയേ ഉള്ളൂ. അതാരാണ്? അത് ദൈവം നിർത്തിയിരിക്കുന്ന, അതിലെ മാത്രമേ വരാവൂ എന്ന് പറഞ്ഞു ദൈവം, അല്ലേ? ആരാണ്? ദൈവത്തിൻ്റെ പുത്രനായ യേശു. യേശു അതുകൊണ്ട് എന്നാ പറഞ്ഞു? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല, ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ആ ഏക വഴി, ദൈവം ഒരുക്കുന്ന വഴി, യേശുവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്, അപ്പോൾ യേശു നമുക്ക് ആരാണ്? അത് യേശുവിനെ നമ്മൾ സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണം, നിത്യമരണം നമുക്ക് ലഭിക്കുമായിരുന്നില്ലേ? നിത്യമരണത്തിൽ പോകുമായിരുന്നു. പക്ഷേ യേശു മൂലം നമുക്ക് എന്ത് ചെയ്യുന്നത്? യേശു ദൈവം ഒരു രക്ഷകനെ നിർത്തിയിരിക്കുന്നുണ്ട്. യേശു മൂലം നമുക്ക് രക്ഷ ഉണ്ട്. അപ്പോൾ യേശു നമ്മുടെ ആരാണ്? യേശു നമ്മുടെ രക്ഷകനാണ്. യേശു എൻ്റെ രക്ഷകനാണ്. ഇവിടെ പ്രായമുള്ള അപ്പച്ചന്മാരോട് അമ്മയുച്ചമാരോട് ചോദിച്ചാൽ അറിയാം, പണ്ട് കാലങ്ങളിൽ കൺവെൻഷൻ യോഗങ്ങളിലും കൂട്ടായ്മകളിലൊക്കെയും സാക്ഷി പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അവർ എഴുന്നേറ്റ് എന്ന് പറയാം, അന്നത്തെ പ്രസംഗമൊക്കെ കേട്ടിട്ട് അവർ മനസ്സിലൊരു തീരുമാനമൊക്കെ എടുക്കുക. പറയും, ഞാൻ ഇന്നു മുതൽ എൻ്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു പറയും, അല്ലേ? പിന്നെ അവരുടെ ജീവിത ക്രമം എന്ന് പറയുന്നത്, ചിട്ട എന്ന് പറയുന്നത് ആ യേശുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. വളരെ രസകരമായൊരു ചരിത്രം കേട്ടിട്ടുണ്ട്. അത് ഇവിടെ ഈ പ്രദേശത്തൊക്കെ നടന്നതാണ്. അന്ന് പിന്നീട് ഒരു അച്ഛനായി തീർന്ന ആളാണ് അദ്ദേഹം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം അവർ കമ്പനി കൂടി കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ചീട്ട് കളിക്കാനാണ്. ചീട്ടുകളി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം. ചീട്ട് കളിക്കകത്ത് കഴുതകളി എന്ന് പറഞ്ഞ കളി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴുത കളിക്കുക എന്ന് പറഞ്ഞാൽ തോക്കുന്ന ആളാണ് കഴുത. അപ്പോൾ കഴുതയ്ക്ക് ഒരു അടയാളമൊക്കെ ഇട്ടിട്ട് അവർ ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യണം? അത് പറയണം. അതാണ് ശിക്ഷ. വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഈ ചെറുപ്പക്കാരൻ അവിടെ ചെന്ന് കഴുതകളിയിൽ എന്ത് ചെയ്തു? തോറ്റുപോയപ്പോൾ അവന് ബാക്കിയുള്ളവർ കൊടുത്ത ശിക്ഷ ഇതാണ്. അവിടെ ഒരുവിധം മുഴുത്തൊരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഞാൻ മേലാൽ ചീട്ട് കളിക്കില്ല എന്ന് 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞു. രാത്രിയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഞാൻ എന്ത് ചെയ്തില്ല? മേലാൽ ചീട്ട് കളിക്കത്തില്ല എന്ന് 3 പ്രാവശ്യം ഈ കുണുക്കൂട്ടുകൊണ്ട് എന്ത് ചെയ്യണം? പോയി പറയണം. അതിനെക്കുറിച്ച് പിന്നെയുള്ള സാക്ഷ്യം, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ചീട്ടളിക്കാൻ അദ്ദേഹം പോയിട്ടില്ലെന്നാണ് അതിൻ്റെ ചാറ്റ്. കാരണം എന്താ? ഇത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആൾക്കാരൊന്നും അല്ല എന്ത് ചെയ്യുന്നത്? ചീട്ടളിക്കുന്ന ബാക്കി ഇവൻ്റെ സുഹൃത്തുക്കൾ. പക്ഷേ അവർ കൊടുത്ത ശിക്ഷയോ? അവർക്ക് തന്നെ അറിയാം, ഒരാൾ യേശുവുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ വന്നാൽ അവൻ എങ്ങനെ ജീവിക്കണമെന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലേ? ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് അക്രൈസ്തവരായുള്ള ആൾക്കാർക്ക് അറിയാം. ക്രിസ്ത്യാനിയുടെ ജീവിത രീതി എന്താണ്, അല്ല, അവൻ എങ്ങനെ ജീവിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാൻ, ശക്തിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ആരുടെ സഹായത്താലാണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിൻ്റെ സഹായം തന്നെ നമ്മൾക്ക് ആവശ്യമാണ്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തം ചെയ്തിട്ടാണ് പോകുന്നത്. ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞ് പോവുകയാണ്, അല്ലേ? 14 വയസ്സ് തൊട്ട് നമ്മൾ ചെറുപ്പക്കാരായ ആൾക്കാരാണ്, അല്ലേ? അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും തീരുമാനം എടുത്ത് എന്ത് ചെയ്തില്ല, അതിൽ നിന്ന് അവർ മാറത്തില്ല, അതിൽ അവർ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ചെറുപ്പത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലേ? ഇന്ന് നിങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് പോവുകയാണ്, വാഗ്ദത്തം ചെയ്യുകയാണ്, ദൈവസന്നിധിയിൽ വാഗ്ദത്തം ചെയ്യുകയാണ്, എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കും. നിങ്ങൾ പറയും, ഞാൻ വാഗ്ദത്തം ചെയ്യുമെന്ന് പറഞ്ഞ് പോകണം. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ വേദപുസ്തകം വായിക്കുമെന്ന് ചോദിക്കണം, അല്ലേ? ചെറുപ്പക്കാരൊരു തീരുമാനം എടുത്ത് എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല, അല്ലേ? നമ്മളൊരു തീരുമാനം എടുത്ത് എന്ത് ചെയ്യത്തില്ല? മാറത്തില്ല, അല്ലേ? എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുമെന്ന് പറഞ്ഞാൽ വായിക്കും എന്നാണ് എൻ്റെ അർത്ഥം. വായിക്കില്ല എന്നൊരു ഒരു സാധ്യത അതിൻ്റെ അകത്തില്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യുക? വിശുദ്ധ വേദപുസ്തകം വായിക്കുക, അല്ലേ? കുറച്ച് ഭാഗമില്ല, ഒരു മിനിറ്റ്, 2 മിനിറ്റോ 3 മിനിറ്റ് എന്ത് ചെയ്യുക? വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം എന്ന് പറയാം. ദൈവവചനമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്, അല്ലേ? ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളോട് പറയുകയാണ്. അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമ്മൾ പറയുകയാണ്, അല്ലേ? അത് നിരന്തരമാണ്, നമുക്ക് വേണം.
പിന്നെ നമ്മളിങ്ങനെ മാത്രം ചെയ്താൽ പോരാ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല, നമ്മൾ ദൈവത്തിൻ്റെ ആശ്രയിച്ച് ദൈവം നൽകുന്ന പ്രാപ്തി അനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ദൈവവേലയ്ക്കായി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാക്ഷിയാണെന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണം? ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റണം അല്ലേ? അങ്ങനെ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാരും മറ്റ് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നല്ലൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എന്ത് ചെയ്യും? അവന് മോശമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. പണ്ട് ക്രിസ്ത്യാനികളെക്കുറിച്ച് കേരളക്കരയിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഒരു സാക്ഷ്യമാണ്. അന്നൊരു കേസിൽ ഒരു ക്രിസ്ത്യാനിയാണ് സാക്ഷ്യം പറയുന്നുവെങ്കിൽ പിന്നെ അവിടെ വേറെ യാതൊരു അപ്പീലും ഇല്ല അല്ലേ? ക്രിസ്ത്യാനി എന്തേ പറയത്തുള്ളൂ? സത്യം മാത്രമേ പറയൂ. ക്രിസ്ത്യാനി പറയുന്നത് എന്തായിരിക്കും? സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നൊരു വിശ്വാസം പണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും അടിപിടി കേസിലോ അതുപോലെ മറ്റ് തർക്കങ്ങളിലോ കേസുകളിലോ ക്രിസ്ത്യാനി സാക്ഷ്യം പറഞ്ഞാൽ എന്തായിരിക്കും? അതനുസരിച്ചായിരിക്കും വിധി പോകും. ഇന്നോ ഞാൻ പറയാതെ നിനക്കറിയാം അല്ലേ? ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സാധാരണ ആൾക്കാർ പറയുമ്പോൾ ഒരു 2 പ്രാവശ്യം നോക്കുമെങ്കിൽ നമ്മളാ എന്ന് പറയുന്നതിലും അവരൊരു 4 പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തിട്ടേ എന്ത് ചെയ്തുള്ളൂ. അത് ചെയ്യും. അത്രയും സാക്ഷ്യമാണ് നമുക്ക് ഉള്ളതല്ലേ? അപ്പോൾ ഇതനുസരിക്കാതെ പോകുന്നതാണ്. അപ്പോൾ അതിനെല്ലാം വിരുദ്ധമായുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞാണ് അതിന് ഒരു പ്രധാനപ്പെട്ട സംഗതി. നമ്മൾ ആരെ സ്നേഹിക്കുന്നു? നമ്മൾ ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ളതേ ചെയ്യാവുള്ളൂ. അതൊരു ലോക പ്രമാണമാണ് അല്ലേ? നമ്മൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന സംഗതികളെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. ശരിയാണോ? ശരിയാണ് അല്ലേ? നമ്മളെ ടീച്ചർമാർ, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, സാറന്മാർ അല്ലേ? അവർക്കിഷ്ടം എന്താണ്? അവർ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല മാർക്കോടെ പാസ്സാകും, നല്ലപോലെ പഠിക്കണം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അവരുടെ ഇഷ്ടം എന്താണ്? നല്ലപോലെ പഠിക്കുക. നല്ലപോലെ പഠിക്കാത്ത പിള്ളേരെ അവർക്ക് ഇഷ്ടമാണോ? അല്ല അല്ലേ? അതുപോലെ തന്നെ ആരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം. അതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? ദൈവത്തെ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? ഈ വിശുദ്ധ വേദവസ്തുവിൽ കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നിരന്തരമായിട്ട് എന്ത് ചെയ്യുക? വേദവസ്തം വായിക്കുക, ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ല ക്രിസ്ത്യാനികളായി, ഏറ്റവും നല്ല ക്രിസ്ത്യൻ യുവജനങ്ങളായി വളർന്നു വരുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. നിങ്ങൾ കൂടുതൽ പേരും പഠിക്കുന്ന കുഞ്ഞുങ്ങളാകുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഉത്സാഹിച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. മടി അലസല എന്ത് ചെയ്യുക? അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് ഉത്സാഹത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ജീവിതത്തിൽ നല്ല നല്ല നിലവാരങ്ങൾ എന്ത് ചെയ്യണം? എത്തിച്ചേരണം. നിങ്ങൾക്ക് ദൈവം തരുന്ന അവസരങ്ങൾ ഏത് അവസരമാണ് എന്ത് ചെയ്യും? അത് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുക. ഏത് അവസരങ്ങൾ, ഏത് ജോലിയാണ് എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് ചെയ്യുക അല്ലേ? ദൈവത്തിൽ ആശ്രയിച്ച് ഭംഗിയായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഭരണതലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല ഭരണകർത്താക്കളായിട്ട് മാറുക. ദിവസം നമ്മൾ നോക്കുമ്പോൾ ധാരാളം ദൈവഭക്തന്മാരായ ഭരണകർത്താക്കളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ ജീവിതത്തിന് എന്ത് ചെയ്യും? നമുക്ക് ഊർജ്ജം പകരുന്നതാണ്. വേദവസ്തുത്തിൽ നമ്മൾ ചെയ്യേണ്ട ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ചിലത് നേരിട്ട് കൽപ്പനകളായിട്ട് പറഞ്ഞിരിക്കുന്നു, ചിലത് ചില ചരിത്രങ്ങളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, ചിലത് ചിലരുടെ ജീവിതങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ചിലത് യുദ്ധകഥകളായിട്ട് എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ധാരാളം ഉപമയിലൂടെയും ചരിത്രങ്ങളുടെയും പത്യങ്ങളുടെയും ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവത്തിന് ഓരോ നാളിലും നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ഈ വിശുദ്ധ വേദവസ്തുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യം എന്ത് ചെയ്യുന്നു? പല രൂപത്തിൽ, ഭാവത്തിൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വായിക്കുക, നമുക്കുള്ള സന്ദേശം എന്താണെന്ന് തന്നെ ഗ്രഹിക്കുക. ദൈവം നിങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ബാക്കി പറഞ്ഞേ. അയ്യോ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മക്കളെ ഇച്ചിരി ഒക്കെ പറയാം കേട്ടോ. ആ വാക്യം ശരിക്കൊന്ന് പറഞ്ഞു, റെഫറൻസ് പറഞ്ഞേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പറയണം. അത് ആദ്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർത്തിരുന്നോണം. പറയേണ്ടത് ഇങ്ങനെയാണ്: വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. അതങ്ങനെ നമ്മൾ ആ വാക്ക്, ആ പ്രയോഗം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിൽ ഓർത്തിരുന്നോ. നമ്മളിവിടെ വന്ന് പാഠമൊക്കെ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? അന്ന് പറയുന്ന ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ വന്ന് പറയേണ്ടത് അല്ലേ?
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എന്നാണ് പറയേണ്ടത്. മത്തായി 16:17 എന്നല്ല പറയേണ്ടത്. എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ വിശുദ്ധനായ മത്തായി എന്ത് ചെയ്തിരിക്കുന്നു? രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എന്ന് നമ്മളിവിടെ ഒന്ന് എന്ത് ചെയ്യണം? പറയണം. അത് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുക. പിന്നെ നമ്മൾ എളുപ്പം പറയാൻ വേണ്ടി പറയാം എന്ത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15 പറയാൻ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:15 എന്താണ്? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതാണ് വാക്യം. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കാത്തുകൊള്ളുന്നതാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അവിടെ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഒന്ന് ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ മുഴുവൻ എന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. ആൺകുട്ടികൾ മാത്രം പറഞ്ഞേ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞേ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും വിശുദ്ധാത്മാവിലെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.